ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം അതായത് മെയ് 16-ന് അതിഭയങ്കരമായ ഒരു സ്ഫോടനം നടന്നു. ഒരു വിദേശ രാജ്യമോ തീവ്രവാദ സംഘടനയോ നടത്തിയ ആക്രമണമല്ല എന്നാണ് ഇതിനെക്കുറിച്ച് ഇസ്രായേൽ പറയുന്നത്. ജെറുസലേമിനടുത്തുള്ള ബെയ്ത്ത് ഷെമേഷ് എന്ന സ്ഥലത്തുള്ള ഇസ്രായേൽ സർക്കാരിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള തോമർ എന്ന പ്രതിരോധ നിർമ്മാണ കമ്പനിയിലാണ് ഈ സ്ഫോടനം നടന്നത്. റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും എഞ്ചിനുകളും പ്രൊപ്പല്ലന്റുകളും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. ശനിയാഴ്ച രാത്രി ഏകദേശം 11:30 വലിയൊരു തീഗോളവും കൂണുപോലെയുള്ള പുകപടലങ്ങളും ആകാശത്തേക്ക് ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ഇസ്രായേലിന് നേരെ ഇറാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം ആക്രമണം നടത്തിയതാണെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പരക്കുകയും ചെയ്തു. സ്ഫോടനത്തിന് പിന്നാലെ തോമർ കമ്പനിയും ഇസ്രായേൽ പ്രതിരോധ വിഭാഗവും ഔദ്യോഗിക വിശദീകരണമായി നൽകിയത് ആർക്കും പരിക്കുകളോ മറ്റു നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ്. ഇത് ഒരു ന്യൂക്ലിയർ സ്ഫോടനമാണെന്നാണ് പലരും കരുതിയിരുന്നത്. സ്ഫോടനമുണ്ടായപ്പോൾ ആകാശത്തേക്ക് ഉയർന്ന പുക ഒരു വലിയ കൂൺ ആകൃതിയിലായിരുന്നു. സാധാരണയായി ന്യൂക്ലിയർ സ്ഫോടനങ്ങളിലാണ് ഇത്തരം പുകപടലങ്ങൾ ഉണ്ടാകാറുള്ളത് എന്നതാണ് ന്യൂക്ലിയർ സ്ഫോടനമാണ് ഇതെന്ന് ചിന്തിക്കാൻ കാരണം. എന്നാൽ ഇത് ഒരു ന്യൂക്ലിയർ സ്ഫോടനമല്ല വ്യക്തമാണ്. 2020-ൽ ബെയ്റൂട്ടിൽ ഉണ്ടായ അമോണിയം നൈട്രേറ്റ് സ്ഫോടനത്തിലും ഇതേ സംഭവവികാസങ്ങൾ തന്നെ ആയിരുന്നു. മാത്രമല്ല, ഒരു ന്യൂക്ലിയർ സ്ഫോടനം ഉണ്ടായാൽ കിലോമീറ്ററുകളോളം മാരകമായ റേഡിയേഷൻ പടരും. അത് അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾക്ക് നിമിഷങ്ങൾക്കകം കണ്ടെത്താനുമാകും. ബെയ്ത്ത് ഷെമേമിൽ അങ്ങനെ ഒരു റേഡിയേഷനും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഈ വലിയ സ്ഫോടനം നടന്നത് തോമർ എന്ന ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നിലാണ് എന്നത് ഏറെ ദുരൂഹതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ എഞ്ചിനുകളും റോക്കറ്റ് മോട്ടോറുകളും നിർമ്മിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വളരെ ശക്തമായ സ്ഫോടനം ഉണ്ടായപ്പോൾ അത് പരീക്ഷണശാലയ്ക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ വരുത്തിയിരിക്കാൻ സാധ്യത ഏറെയാണ്. ഇക്കാര്യം ചില പ്രതിരോധ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിലർ ഇതിനെ ഇസ്രായേലിന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രം ശത്രുക്കൾ ബോംബിട്ട് തകർത്തു എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ആ വാർത്തക്ക് സ്ഥിരീകരണമില്ല. ചുരുക്കത്തിൽ, ഇസ്രായേലിന്റെ ഔദ്യോഗിക മിസൈൽ നിർമ്മാണ കമ്പനിയായ തോമറിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി എന്നത് സത്യമാണ്. എന്നാൽ അത് ഏതെങ്കിലും രാജ്യം ആക്രമിച്ചതിനോ ഈ മിസൈൽ കേന്ദ്രം പൂർണ്ണമായി തകർന്നടിഞ്ഞതിനോ വ്യക്തമായൊരു തെളിവുകളുമില്ല. സാധാരണ ഇസ്രായേലിൽ നടക്കുന്ന സ്ഫോടന വിവരങ്ങൾ പലതും അവർ പുറത്തറിയിക്കാറുമില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലയിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഈ ഫാക്ടറിയുടെ കൃത്യമായ വലിപ്പമോ സാങ്കേതിക വിവരങ്ങളോ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുമില്ല. എങ്കിലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇതിന്റെ വ്യാപ്തിയും നാശനഷ്ടങ്ങളും ഒന്ന് പരിശോധിക്കാം. മധ്യ ഇസ്രായേലിലെ റംലെ നഗരത്തിന് സമീപമാണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന വളരെ വലിയൊരു വ്യവസായ സമുച്ചയമാണിത്. റോക്കറ്റ് എഞ്ചിനുകളും മിസൈൽ പ്രൊപ്പലന്റുകളും നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥലമായതിനാൽ ജനവാസ മേഖലകളിൽ നിന്ന് മാറി അതീവ സുരക്ഷാ വലയത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ ഷാവിത്ത്, വ്യോമ പ്രതിരോധ മിസൈലുകളായ ഏരോ എന്നിവയുടെ നിർമ്മാണം നടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ഫാക്ടറി അല്ല. നൂറുകണക്കിന് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ജോലി ചെയ്യുന്ന ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രം തന്നെയാണ്. ഇവിടെ ഇത്തരം ഒരു സ്ഫോടനം നടന്നിട്ടും ആർക്കും ജീവാപായമില്ല, പരുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടായതെന്നും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്നും അറിയാൻ അധികൃതർ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടത്രേ. ആ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും ഇത്രയും ഭീകരമായ ഒരു സ്ഫോടനം നടന്നിട്ടും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന ഔദ്യോഗിക ഭാഷ്യം വിശ്വസിക്കാനാവില്ല. കിലോമീറ്ററുകൾ അകലേക്ക് വരെ ആ തീഗോളവും പുകയും വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ ഒരു സ്ഫോടനം വലിയതായി കാണപ്പെടുന്നതും അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നതും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. കെട്ടിടങ്ങൾ തകർക്കാൻ ഉപയോഗിക്കുന്ന ബോംബുകൾ വലിയ ഷോക്ക് വേവ്സ് അല്ലെങ്കിൽ വായുമർദ്ദം ഉണ്ടാക്കി ചുറ്റുമുള്ളതിനെ തകർക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ റോക്കറ്റ് ഇന്ധനങ്ങൾ പോലുള്ളവ കത്തുമ്പോൾ വലിയ തോതിൽ തീയും പുകയും കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ ഉണ്ടാകും. ഇവ മനുഷ്യജീവന് ഭീഷണി ഉണ്ടാക്കുമെങ്കിലും ചുറ്റുമുള്ള കെട്ടിടങ്ങളെ ബോംബ് പോലെ തകർക്കണമെന്നില്ല. ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നഗരത്തിന്റെ നടുവിലല്ല, മറിച്ച് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ അകലെയാണ്. ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് അവരുടെ സാങ്കേതിക തകരാറുകളും പരാജയങ്ങളും പലപ്പോഴും പുറത്തുവിടാറില്ല. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതുമൂലം വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് സ്ഥിരീകരണം ഉണ്ടാവാൻ ഇടയില്ല. ആധുനിക സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഒരു ഫാക്ടറി തകർന്നടിയുന്നത് പെട്ടെന്ന് കണ്ടെത്താനാകും. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം അല്പം വൈകിയാണെങ്കിലും പുറത്തു വരുമെന്ന കാര്യം ഉറപ്പാണ്.